LDC ഫൈനൽ റിവിഷൻ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയിൽ ശ്വസനത്തെക്കുറിച്ചാണ്. ശ്വസനം, അതായത് നമ്മളെ ഉച്ഛ്വാസം, നിശ്വാസം എന്നീ കാര്യങ്ങളാണ്. മെനഞ്ഞ നമ്മൾ എന്താ പഠിച്ച ഹിസ്റ്ററി, ഇന്നലെ നമ്മൾ എക്കണോമിക്സ്, ഇന്ന് നമ്മൾ ബയോളജി, നാളെ നമ്മൾ ഫിസിക്കൽ സയൻസ് പഠിക്കും. അതായത് ഫിസിക്സോ കെമിസ്ട്രിയോ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പോൾ അന്നുള്ള ക്ലാസ്സുകൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. പിന്നെ ലാസ്റ്റ് റിവിഷൻ ഉണ്ട് പിള്ളേർ. നമ്മൾ ഇന്നലെ പഞ്ചവത്സര പദ്ധതിയിൽ പഠിച്ചതിന് പിന്നെ നമ്മൾ ഇംഗ്ലീഷും പഠിച്ചില്ല, അതിൻ്റെ റിവിഷൻ നമുക്ക് ലാസ്റ്റ് ഉണ്ട്. ഇന്ന് നമ്മൾ മലയാളം കൂടെ കുറച്ച് വാക്കിൻ്റെ അർത്ഥങ്ങൾ പഠിക്കുന്നുണ്ട് മലയാളത്തിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ നോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾ 20 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡെയിലി പരീക്ഷയുണ്ട്, പിന്നെ ഡെയിലി ക്വസ്റ്റ്യൻ വർക്കൗട്ടുകളുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ടോപ്പിക് എക്സാം, സിലബസ് അനുസരിച്ച് ടോപ്പിക് എക്സാം എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് LDC ഓൺലൈൻ ബാച്ച് ഉണ്ട്, ലൈവ് ബാച്ചാണുള്ളത്, ലൈവ് ക്ലാസ് ബാച്ചാണുള്ളത്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ എന്ത് ചെയ്താൽ അത് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇവിടെ പ്രാണവായുവും ജീവരക്തവും എന്ന് പറയുന്ന ഒരു SCERT ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ചോദ്യത്തോട് ഞാൻ ആരംഭിക്കാൻ പോവുകയാണ്. ആരോഗ്യവാനായ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കും? 18-20 എത്രയാണ് അതിൻ്റെ കറക്റ്റ് PSC ചോദ്യമാണ്. 12-18 12 മുതൽ 18 തവണ വരെ നമ്മൾ എന്ത് ചെയ്യും, ശ്വസിക്കും. അപ്പോൾ ആരോഗ്യവാനായ ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഒരു മിനിറ്റിൽ എത്ര തവണ ശ്വസിക്കും? 12 മുതൽ 18 തവണ വരെ ശ്വസിക്കും. 12 മുതൽ 18 വരെ ശ്വസിക്കും. ഓക്കെ, ഇനി വായു ഉള്ളിലേക്ക് എടുക്കും. നമ്മൾ വായു ഉള്ളിലേക്കും എടുക്കുന്നുണ്ട്, പുറത്തേക്ക് എടുക്കുന്നുണ്ട്, പുറത്തേക്കും വിടുന്നുണ്ട്. അതാണ് ശ്വസനം. നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയും റെസ്പിറേഷൻ എന്ന് പറയും. എന്താ പറയും? റെസ്പിറേഷൻ. ഇനി വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരെന്താ? ഉച്ഛ്വാസം. കേട്ടോ, വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം. വായു ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം. മറക്കരുത്, ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസം. വായു പുറത്ത് വിടുന്ന പ്രവർത്തനം നിശ്വാസം. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഉച്ഛ്വാസവും പുറത്ത് വിടുന്നത് എന്താണ്? നിശ്വാസവുമാണ് കേട്ടോ. ഓക്കെ, ഇനി ഉച്ഛ്വസിക്കുമ്പോൾ, അതായത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നമ്മുടെ ഈ വാരിയെല്ലിൻ കൂടുണ്ടല്ലോ, വാരിയെല്ലിൻ കൂട് എത്ര വാരിയെല്ലുണ്ട്? 24. 12 ജോഡി 24 വാരിയെല്ലുണ്ട്. ഈ വാരിയെല്ലിൻ കൂടെ എന്ത് ചെയ്യും? ഉയരും. എന്ത് ചെയ്യും? ഉയരും, വികസിക്കും. മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഉള്ളിലേക്ക് ഇങ്ങനെ വായു എടുക്കുന്ന നോക്കി, ഒന്ന് എടുത്ത് നോക്കി, എല്ലാവരും എടുത്തേ. അവനെ കമ വാരിയെല്ലും കൂടെ ഉയർന്നില്ലേ? ഉയർന്ന് വികസിച്ചില്ലേ? ഓക്കെ, അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ഛ്വാസം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും പിള്ളേരെ? വാരിയെല്ലും കൂടെ ഉയരും, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും. വാരിയെല്ലും കൂടെ ഉയരും, വികസിക്കും. ഓക്കെ, അപ്പം നിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും? വെളിയിലേക്ക് വിട്ടോക്ക് വേണ്ട, സങ്കോചിച്ചു, താഴ്ന്നു. ഓക്കെ, വാരിയെല്ലും കൂടെ താഴുകയും സങ്കോചിക്കുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. ഓക്കെ, മനുഷ്യനിലെ മുഖ്യ ശ്വസനാവയവം ഏതാണ്? ശ്വാസകോശം തെറ്റാണ്. പ്രധാന ശ്വസനായ മൂക്ക. രണ്ട് ജോഡി ശ്വാസകോശം ആവുമ്പോൾ 4 എണ്ണം ആവും. ഒരു ജോഡി ശ്വാസകോശങ്ങൾ എന്താണുള്ളത്? 2 ഇപ്പുറത്ത് തൂക്കിട്ട് നടക്കേണ്ടി. ഒരു ജോഡി ശ്വാസകോശങ്ങൾ എന്താണ് ഉള്ളത്? അപ്പൊ ശ്വാസകോശം തെറ്റാണ്. ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യന്റെ മുഖ്യ ശ്വസനാവയവം. മനസ്സിലായ? അതായത് 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇപ്പുറത്ത്. ഓക്കെ, ശരി. ഇനി ഈ ശ്വാസകോശം സ്ഥിതി ചെയ്യുന്നത് എവിടെ നട്ട് കഴിഞ്ഞാൽ ഉദരാശയത്തിലാണോ ഔരസാശയത്തിലാണോ? ഔരസാശയം. നമ്മൾ തൊറാക്സ് എന്ന് പറയും. തൊറാക്സ് നമ്മുടെ ഔരസാശയം, നമ്മളെ കഴുത്ത് മുതൽ ഇതുവരെയുള്ള ഭാഗത്ത് നമ്മൾ എന്ത് പറയുന്നത്? ഔരസാശയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ശ്വാസകോശങ്ങൾ ഔരസാശയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥകളുടെ ഭാഗങ്ങൾ. ഇത് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, ശരി. അപ്പൊ മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? മൂക്കുണ്ട്, ശ്വാസനാളമുണ്ട്, ശ്വസനിയുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? മൂക്കുണ്ട്, ശ്വാസനാളമുണ്ട്, ശ്വസനിയുണ്ട്, ശ്വാസകോശങ്ങൾ. ഓക്കെ, അപ്പോൾ മനുഷ്യന്റെ ശ്വസനാവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഓക്കെ, ഈ ശ്വാസനാളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇതുവഴിയേ
നമ്മുടെ തൊണ്ടയിലൂടെ ആ വായു കടന്നു പോകുന്ന ആ ഭാഗത്തെ എന്ന് പറയുന്നത് ശ്വാസനാളം എന്ന് പറയുന്നത്. ഈ ശ്വാസനാളം താഴോട്ട് എന്നിട്ട് എന്ത് ചെയ്യും? ശാഖകളായി മാറും. ആ ശാഖകളെ പറയുന്ന പേരാണെന്ത്? ശ്വസനി. ഓക്കെ, അപ്പൊ ശ്വാസനാളത്തിന്റെ ശാഖകളെ പറയുന്ന പേരെന്താണ്? ശ്വസനി. എന്താണ്? ശ്വസനി. ഇനി നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്, ശ്വാസനാളത്തിന്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ടാണ് കേട്ടോ. നമ്മൾ യൂണിവേഴ്സിറ്റി LGS ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ശ്വാസനാളത്തിന്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട്. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് കേട്ടോ. വലത് ശ്വാസകോശമാണോ ഇടത് ശ്വാസകോശമാണോ വലുത്? പറയൂ. വലത് ശ്വാസകോശം വലുതാണ് കേട്ടോ. വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ എന്താണ്? വലുതാണ് കേട്ടോ. അപ്പോൾ വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ എന്താണ്? വലുതാണ്. ഓക്കെ, ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാൻ കഴിയുമോ? കഴിയുമോ? സങ്കോചിക്കാൻ കഴിയുമോ? ഉറപ്പാണ്. ഉറപ്പാണ്. എന്തുകൊണ്ട് കഴിയില്ല? യെസ്, യു സെഡ് ഇറ്റ് മാൻ. ഓക്കെ, ശ്വാസകോശത്തിൽ എന്തില്ല? പേശികളില്ല. മാംസപേശികൾ ഇല്ലാത്തത് കൊണ്ട് ശ്വാസകോശത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്വയം വികസിക്കാനും പറ്റത്തില്ല, സങ്കോചിക്കാനും പറ്റത്തില്ല. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഏത്? ഡയഫ്രം. ഏതാണ് പിള്ളേരെ? ഡയഫ്രം. ഡയഫ്രം വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ രണ്ടിൻ്റെയും നടുക്ക്, അത് നമ്മുടെ വയറിൻ്റെയും നെഞ്ചിൻ്റെയും നടുക്കായിട്ട് ഇവിടെ ഒരു പേശിയുണ്ട്. ആ പേശിയാണ് ഏത്? ഡയഫ്രം. ഓക്കെ, ഇതൊക്കെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? ഓക്കെ, അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഏത്? ഉച്ഛ്വാസം. വായു പുറത്തുവിടുന്ന പ്രവർത്തനമാണ് നിശ്വാസം. ഉച്ഛ്വസിക്കുമ്പോൾ വാരിയെല്ലും കൂട് വികസിക്കും, ഉയരും. ഓക്കെ, നിശ്വസിക്കുമ്പോൾ വാരിയെല്ലും കൂട് താഴും, സങ്കോചിക്കും. മനുഷ്യനിലെ മുഖ്യ ശ്വസനാവയവം ഏതാണ്? ഒരു ജോഡി ശ്വാസകോശങ്ങൾ. ഔരസാശയത്തിൽ എവിടെയാണ്? വാരിയെല്ലിൻ കൂടിനുള്ളിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യന്റെ ശ്വസനാവസ്ഥയുടെ ഭാഗങ്ങള് മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശങ്ങൾ. ഓക്കെ, ശ്വാസനാളത്തിന്റെ ശാഖകളെ പറയുന്ന പേരാണ് ശ്വസനി. ശ്വാസനാളത്തിന്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട്. ഓക്കെ, വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ വലുതാണ്. ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയുമോ? കാരണം എന്താണ്? മാംസപേശികൾ ഇല്ലാത്തതിനാൽ. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗമാണ് ഏത്? ഡയഫ്രം. ഏതാണ്? ഡയഫ്രം. ഓക്കെ, ഇത്ര മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത് ഔരസാശയത്തിലെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ, അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഔരസാശയം ഈ നെഞ്ചിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയാണ് ഏത്? ഡയഫ്രം. ഈ ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണുന്ന മാംസപേശികളും സഹായിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ശ്വാസകോശങ്ങൾ വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായ? ഈ പറഞ്ഞില്ലേ ഈ മാംസപേശി, അതായത് നമ്മുടെ ഈ വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ, അതിന് നമ്മൾ പേരുണ്ട്, ഇന്റർകോസ്റ്റൽ പേശികൾ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇനി ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കാണ്ട്, ഇപ്പം നമ്മൾ നോക്കുന്ന 7ാം ക്ലാസ്സിലെ ടോപ്പിക്കാണ് നോക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡേറ്റ് അപ്പം പഠിക്കും. ഇപ്പം നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഈ ഡയഫ്രവും ഈ വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന പേശികളും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ശ്വാസകോശത്തെ വികസിക്കാനും സങ്കോചിക്കാനും സഹായിക്കുന്നത്. ഓക്കെ, മനസ്സിലായ? അപ്പോൾ ശ്വാസകോശത്തെ വികസിക്കാനും സങ്കോചിക്കാനും സഹായിക്കുന്ന ആരൊക്കെയാണ്? ഡയഫ്രവും വാരിയെല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികൾ. ഓക്കെ, ശരി. ഇനി ഈ ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്യും, കുറയുകയും ചെയ്യും. വ്യാപ്തി വർദ്ധിക്കുന്നത് ഉച്ഛ്വാസത്തിലാണോ നിശ്വാസത്തിലാണോ? വ്യാപ്തി വലുതാവുന്ന എപ്പോഴാണ്? ഉച്ഛ്വാസത്തിൽ. അപ്പൊ അത് മറക്കരുത് പിള്ളേരെ. ഔരസാശയം എന്ന് പറഞ്ഞാൽ ഈ പടം നെഞ്ചും കൂടി, നമ്മൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഔരസാശയം. ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന എപ്പോഴാണ്? ഉച്ഛ്വാസത്തിൽ കേട്ടോ, ഉച്ഛ്വാസത്തിൽ. ഓക്കെ, ഔരസാശയത്തിലെ വായുമർദ്ദം കുറയുകയും വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിലാണ്. ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ വായുവിനൊരു പ്രത്യേകതയുണ്ട്. മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് പോകും. ഓക്കെ, നമ്മൾ ഉച്ഛ്വസിക്കുന്ന സമയത്ത് നമ്മുടെ ഇത്, അതായത് ഔരസാശയത്തിൽ വ്യാപ്തം കൂടും. വ്യാപ്തം എന്ത് ചെയ്യും? കൂടും. വ്യാപ്തം കൂടിയ മർദ്ദം എന്ത് ചെയ്യും? കുറയും. മർദ്ദം കുറയും. അതായത് നമ്മൾ ഈ ഔരസാശയത്തിലെ വായുമർദ്ദം അന്തരീക്ഷ വായുവിലെ മർദ്ദത്തേക്കാൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? വായു ഉള്ളിലേക്ക് പോകും. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ ഉച്ഛ്വസിക്കുന്നത്, അതായത് ഉള്ളിലേക്ക് വായു എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? അതായത് നമ്മുടെ ഈ ഉച്ഛ്വാസ സമയത്ത് എന്ത് ചെയ്യും പിള്ളേരെ? ഈ പറയുന്ന ഔരസാശയം വികസിക്കും. മനസ്സിലായില്ലേ? വികസിക്കുന്ന സമയത്ത് അതിനകത്തുള്ള എന്ത് കുറയും? വായുമർദ്ദം കുറയും. അപ്പോൾ വായുമർദ്ദം കുറയുന്നത് കൊണ്ട് മർദ്ദം കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? വായു സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് വായു വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് സംഭവിക്കുന്നത്? നിശ്വാസത്തിൽ എന്ത് ചെയ്യും? അകത്ത് വായുമർദ്ദം
കൂടും, വെളിയിൽ കുറവായിരിക്കും. അപ്പം എന്ത് ചെയ്യും? കൂടിയെടുത്തുനിന്ന് കുറഞ്ഞെടുത്തേക്ക് തിരിച്ചു പോകും. മനസ്സിലായി? അത്രേ ഉള്ളൂ. ഇതാണ് ശ്വസനം. ഓക്കെ. അപ്പം ഡയഫ്രം ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിലാണ് കേട്ടോ. ഉച്ഛ്വാസത്തിലാണ് വ്യാപ്തി വർദ്ധിക്കുന്നത്. ഓക്കെ. ഔരസാശയത്തിലെ വായുമർദ്ദം അപ്പം എന്ത് ചെയ്യും? കുറയും. ശ്വാസകോശത്തിലേക്ക് വായു എന്ത് ചെയ്യും? പ്രവേശിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ അതാണ് പറഞ്ഞത്. അടുത്ത് നമ്മൾ പറയേണ്ടത് ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുകയും ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നത് എപ്പോഴാണ്? നിശ്വാസത്തിലാണ്. മനസ്സിലായി? അത്രേ ഉള്ളൂ. സിമ്പിളാണ് സാധനം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്? ഓക്കെ. നിനക്ക് മനസ്സിലായെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ. നിനക്ക് മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞാണോ നോക്കട്ടെ. എന്താണ് പറയാനുള്ളത് ഇന്ന്? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണം? പഠിപ്പിച്ചത് പറയാതെ. ഉച്ഛ്വാസത്തില് ഇവിടെ വ്യാപ്തി കൂടും. വ്യാപ്തി കൂടുമ്പോ ഇവിടെ മർദ്ദം കുറയും. മർദ്ദം കൂടിയെടുത്തുനിന്ന് മർദ്ദം കുറഞ്ഞിടത്തേക്ക് വായു വരും. ഉള്ളിലേക്ക് വായു വരും. അടുത്ത നിശ്വാസ സമയത്ത് ഇവിടുത്തെ വ്യാപ്തി കുറയും, മർദ്ദം കൂടും. മർദ്ദം കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് വായു പോകും. ഓക്കെ. ലോക്കസിന് ഓക്കെ. നല്ലൊരു കമന്റ്. ഇവന്മാരെ ഞാൻ പൈസ കൊടുത്തിരുത്തിക്കണാണെന്ന്. പൈസ കൊടുത്താണെങ്കിൽ കുറച്ച് നല്ല ആൾക്കാർ പിടിച്ചിരുന്നില്ല അല്ലടാ. ഇത്ര മനസ്സിലായ പിള്ളേരെ? ഓക്കെ. ശരി. അപ്പോൾ അത് നിങ്ങൾക്ക് സെറ്റല്ലേ? എല്ലാവർക്കും സെറ്റല്ലേടാ? ഓക്കേടാ. പിള്ളേരെ വീഡിയോ കാണാൻ ആക്കി മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. കമൻറ്റ് ഇട്ടാൽ അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ. ശരി. അപ്പോൾ അത്രയും സെറ്റാണ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഓരോന്നിൻ്റെയും അളവ് പഠിക്കണം. അതായത് ഉച്ഛ്വാസ വായുവിലും നിശ്വാസ വായുവിലുള്ള സാധനങ്ങളുടെ അളവ് പഠിക്കണം കേട്ടോ. ഓക്കെ. എടാ, ഉച്ഛ്വാസ വായുവിൽ ഓക്സിജൻ എത്ര ശതമാനം എന്നറിയാമോ? 21%. എത്രയാണ്? 21%. എടാ, ഉച്ഛ്വാസമായിട്ട് നമ്മൾ വലിച്ചു കയറ്റുന്നത് നമ്മൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ അല്ലേ? അപ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജൻ എത്ര ശതമാനമുണ്ട്? 21%. അപ്പോൾ ഉച്ഛ്വാസ വായുവിൽ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 21%. നിശ്വാസ വായുവിൽ ഓക്സിജൻ ഉണ്ടോ? എത്ര ശതമാനമുണ്ട്? 15. ഓക്കെ. 15%. എത്രയാണ് പിള്ളേരെ? 15% കേട്ടോ. അപ്പം ഓക്സിജൻ ഉച്ഛ്വാസ വായു ഉള്ളിലേക്ക് എടുക്കുന്നതിൽ എത്ര ശതമാനമുണ്ട്? 21%. പുറത്തേക്ക് വിടുന്നതിൽ എത്ര ശതമാനമുണ്ട്? 15%. ഓക്കെ. എത്രയുണ്ട്? 15%. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? ഉള്ളിലേക്ക് എടുക്കുന്ന ഉച്ഛ്വാസത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടോ? എത്രയുണ്ട്? 0.04. 0.04. പുറത്തേക്ക് വിടുന്നതിലാ? 0 എടുത്ത് മാറ്റിയ പോയിന്റ് എടുത്ത് മാറ്റിയത് എത്രയാണ്? 4%. ഓക്കെ. അപ്പൊ നിശ്വാസ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയാണ്? പറ. നിശ്വാസം പുറത്തേക്ക് വിടുന്നതില് 4%. അപ്പൊ ഉള്ളിലേക്ക് എടുക്കുന്നതിൽ 0.04, പുറത്തേക്ക് വിടുന്നത് 4%. ഓക്കെ. അടുത്ത് ഉച്ഛ്വാസ വായുവിൽ അത് ഉള്ളിലേക്ക് എടുക്കുന്നതിൽ നൈട്രജൻ ഉണ്ടോ? എത്ര? 78. പുറത്തേക്ക് വിടുന്നത് എത്ര? 78. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത് നൈട്രജൻ എത്രയാണ്? നൈട്രജൻ സുഖം. ചുമ്മാ കയറി ഇതിനകത്തൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് ഇറങ്ങിയിട്ട് അങ്ങ് പോവാ. ഒരു പണിയില്ല. മനസ്സിലായില്ല? ഒരു കാര്യമില്ല. അതാ കയറുന്നത് ഇറങ്ങിയൊക്കെ പോകുന്നു. ഓക്കെ. അപ്പോൾ നൈട്രജൻ 78. നൈട്രജൻ 78. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? ഇല്ല. കണ്ട, അതാണ് നൈട്രജൻ 78. ഓക്കെ. ഇനി ജലബാഷ്പം ഉള്ളിലേക്ക് എടുക്കുന്ന ജലബാഷ്പമാണ്. അന്തരീക്ഷ ജലബാഷ്പം ഇല്ലേ? തെറിച്ചില്ലേ? വെള്ളം തെറിച്ചില്ലേ? തെറിച്ചില്ല. ഏതെങ്കിലും മണ്ടത്താ. ഓക്കെ. ചെറുതായിട്ട് തെറിച്ചത്. ഓക്കെ. ശരി. അപ്പൊ ജലബാഷ്പം ഉണ്ട്. ജലബാഷ്പം ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഉണ്ട് പിള്ളേരെ. എത്ര കേട്ടാ? 0.96%. എത്രയാണ്? 0.96%. 0.96%. എന്നാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ജലബാഷ്പം എത്രയാണ്? നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഓക്സിജൻ 15, കാർബൺ ഡൈ ഓക്സൈഡ് 4, 15, 4. ഓക്കെ. നൈട്രജൻ 78. എല്ലാം കൂട്ടി നോക്കിയാണ്. 78 എത്രയായി? എടീ 78 4 എത്രയാടാ? 82 15 എത്ര? 92. ബാക്കി എത്ര? 3%. 3. ഈ കണക്കറിഞ്ഞൂടല്ലേ?
എടാ നമ്മൾ ഈ ഉള്ളിലേക്ക് എടുക്കണതും പുറത്തേക്ക് പോകണതും നമ്മൾ കൂട്ടി നോക്കി കഴിഞ്ഞാൽ രണ്ടും എത്ര കിട്ടും? 100 കിട്ടും. നിങ്ങൾ നോക്കിയോ, നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ ഉള്ളിൽ, ഞാൻ ഉച്ഛ്വാസ വായുവാണ് പറയണത് പിള്ളേരെ. ഉച്ഛ്വാസ വായു നൈട്രജൻ എത്ര? 78. നൈട്രജൻ എത്ര? 78. ഓക്സിജൻ എത്രയാണ്? 21. 78 21 എത്രയാണ്? 99 ആയില്ലേ? അടുത്ത് ജലബാഷ്പം 0.96, കാർബൺ ഡൈ ഓക്സൈഡ് 0.04, എല്ലാം കൂട്ടിയപ്പോൾ എത്രയായി? 100 ആയി. മനസ്സിലായില്ല? അതുപോലെ അകത്തേക്ക് പോണത് 100, തിരിച്ചു പോണത് 100 ആണ്. ശതമാനത്തിലേ പറയുന്നത്. ഓക്കെ, അപ്പൊ ജലബാഷ്പം എത്ര ശതമാനമാണ് തിരിച്ചു പോകുന്നത്? 3. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്സിജൻ അകത്തോട്ട് 21, പുറത്തേക്ക് 15. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് 0.04, പുറത്തേക്ക് 4. അടുത്ത് നൈട്രജൻ 78. ഓക്കെ, ജലബാഷ്പം 0.96 അകത്തേക്ക്, വെറും 3 പുറത്തേക്ക്. അത് പഠിച്ചല്ലോ. ഓക്കെ, നിങ്ങൾ മിടുക്കന്മാരാണ്, മിടുക്കന്മാർ. ഓക്കെ, എനിക്ക് ഇത്രയും ചോദിക്കണം, ചോദിച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ശരി. എടാ പൗസ് ഇട്ടോ. ജോനെ പറന്നോണേ, പറന്നു നിന്നോണം. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛ്വാസം. വായു പുറത്തേക്ക് ഇടുന്ന പ്രവർത്തനം ഉച്ഛ്വസിക്കുമ്പോൾ എന്ത് ചെയ്യും സുബിനെ? വാരിയിൽ ഉയരും, വാരിയിലും കൂടെ ഉയരും, വികസിക്കും. ഓക്കെ, നിശ്വസിക്കുമ്പോൾ സങ്കോചിക്കും. ഓക്കെ, മനുഷ്യരിലെ മുഖ്യ ശ്വസനാവയവം ഒരു ജോഡി ശ്വാസകോശങ്ങൾ. ഓക്കെ, ഈ ശ്വാസകോശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയലിനോട് പിറകില്ല, അത് വെളിയിൽ കിടക്കട്ടെ. ഔരസ ആശയത്തിൽ വാരിയലിൽ കൂടിനുള്ളിൽ, പുറകിലത് ഞാൻ വെളിയിൽ കിടക്കണ. അത് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ പറഞ്ഞേ. മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. ഓക്കെ, എന്താണ് ഈ ശ്വസനികൾ എന്ന് പറഞ്ഞാൽ? ശ്വാസനാളത്തിന്റെ ശാഖകൾ. ഓക്കെ, ശ്വാസനാളത്തിന്റെ ഭിത്തി ബലപ്പെടുത്തിയിരിക്കുന്നത് സി ആകൃതിയുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട്. ഓക്കെ, ഏത് ശ്വാസകോശമാണ് വലുത്? അപ്പൊ ഏതാണ് ചെറുത്? മിടുക്കി. ഓക്കെ, ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയുമോ? കാരണം മാംസനിർമ്മിതമായ പേശികളില്ലാത്താൽ. ശ്വാസകോശത്തിന്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഡയഫ്രാം. ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് എപ്പോഴാണ്? ഉച്ഛ്വാസത്തിൽ. ഉച്ഛ്വാസത്തിൽ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, അപ്പൊ നിശ്വാസം എന്താ സംഭവിക്കുന്നത്? മർദ്ദം കൂടും. അപ്പൊ എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. ഓക്കെ. ഇനി നമുക്ക് അളവ് പഠിക്കാം. എടാ മോനെ, ഉള്ളിലേക്ക് എടുക്കുന്നതിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 21. നീ ഓരോന്നും ചേർക്കണ്ട, 21 കേട്ടോ. ഓക്കെ, പുറത്തേക്ക് പോകുന്നതിൽ എത്ര ഓക്സിജൻ ഉണ്ടാ? 15. ഉള്ളിലേക്ക് പോകുന്നതിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 0.04. പുറത്തേക്ക് പോകുന്നതിൽ എത്ര? അല്ലെ, പുറത്തേക്ക് പോകുന്നതിൽ എത്ര? 4%. നൈട്രജൻ വെളിയിലേക്ക് പോയത്. ഓക്കെ, ജലബാഷ്പം അകത്തോട്ടൊരു 0.96. 0.96, പുറത്തേക്ക് 3%. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കെമിസ്ട്രി എന്നുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാവേ. അതായത് ഈ ഭാഗത്ത് പറയുന്നത് തന്നെ ചുണ്ണാമ്പ് വെള്ളം, ചുണ്ണാമ്പ് അറിയോ? ചുണ്ണാമ്പ് മുറുക്കാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം എന്താണെന്ന് അറിയാമോ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമമാണെന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എന്താണ് വളരെ? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഈ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഏത്? കാൽസ്യം കാർബണേറ്റ്. അതാണ് വളരെ കാൽസ്യം കാർബണേറ്റ്. അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് എന്ത് കടത്തിവിടുമ്പോൾ? കാർബൺ ഡൈ ഓക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് കടത്തിവിടുകയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുകയാണെങ്കിൽ ഉണ്ടാകുന്നതാണ് ഏത്? കാൽസ്യം കാർബണേറ്റ്. അതാണ് വളരെ കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാകാൻ കാരണം എന്താണ്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാകാൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുന്നത് കൊണ്ട്. മനസ്സിലായ? അപ്പൊ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാകാൻ കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുന്നത് കൊണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുന്നത് കൊണ്ട്. ഓക്കെ, അടുത്ത് പ്രത്യേക ശ്വസനാവയവമില്ലാത്ത ഏകകോശ ജീവിയാണ് ഏത്? അമീബ. ഏതാണ്? അമീബ. പ്രത്യേക ശ്വസനാവയം ഇല്ലാതെ ഏകകോശ ജീവിയാണ് ഏത്? അമീബ. ഈ പണ്ട് തൊട്ടേ മറ്റേ ഈ സാറന്മാർ ഇറക്കുന്ന ഒരു പഴയൊരു കോമഡി ഉണ്ട്, മറ്റേ അമീബ ഇരപിടിക്ക് ഇറങ്ങുന്ന കഥ. അറിയൂടെ? അതൊരു കഥയുണ്ട്. രാത്രി 8-8:30 ആകുമ്പോൾ അമീബ ടോർച്ചും കൊണ്ട് ഇറങ്ങുന്ന കഥ. ഇവിടെ പറയാൻ സമയമില്ല, നമുക്ക് വേറൊരു വീഡിയോ പറയാം. ഓക്കെ, കഥ വേണമെന്നുള്ളത് കവര്. ഓക്കെ, പ്രത്യേക ശ്വസനാവയം ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ഏത് പിള്ളേരെ? എന്താണ് മോനെ ഏകകോശ ജീവി എന്ന് വെച്ച് കഴിഞ്ഞാല്?
എന്റെ ചോദ്യം ഇതാണ്, എന്താണ് ഏകോശ ജീവി അല്ലെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം? ഒന്നല്ല, ഒന്നാണ്. ഒരു കോശമുള്ള ജീവികളാണ് ഏകോശ ജീവികൾ. ഇത് ഇത്ര എന്തിനാ പേടിക്കുന്നേ? ഇവിടെ ഒരു കോശമുള്ള ജീവികളാണ് എന്ത്? ഏകോശ ജീവികൾ. ഒരു കോശമുള്ള ജീവികളാണ് ഏത്? ഏകോശ ജീവികൾ. ഓക്കെ. അപ്പൊ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം കോശമുള്ള ജീവികൾ എന്തെന്ന് പറയും? അപ്പൊ കണ്ടുപടിയാ അദ്ദേഹം എന്ത് ബ്രില്യൻ്റ് ആയിട്ട് അദ്ദേഹം ഉത്തരം പറയുന്നത്. ഓക്കെ, ബഹുകോശ ജീവികൾ കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ അമീബയ്ക്ക് പ്രത്യേക ശ്വസനാവയം ഇല്ലെന്ന് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, എന്നാൽ അമീബയിൽ വായു അകത്തേക്കും പുറത്തേക്കും പോണത് എന്തിലൂടെയാണ്? അത് കോശസ്തരത്തിലൂടെയാണ് കേട്ടോ. എന്തിലൂടെയാണ്? കോശസ്തരത്തിലൂടെ. അപ്പൊ അമീബയില് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് എന്തിലൂടെയാണ്? കോശസ്തരത്തിലൂടെയാണ്. എന്തിലൂടെ വളരെ? കോശസ്തരത്തിലൂടെയാണ്. ഓക്കെ, എന്നാൽ മണ്ണിരയുടെ ശ്വസനാവയം ഏതാണ്? വെറും ത്വക്ക് പോരാ, ഈർപ്പമുള്ള ത്വക്ക്. മണ്ണിരയുടെ ശ്വസനാവയം ഏതാണ്? ഈർപ്പമുള്ള ത്വക്ക്. എന്താ പറഞ്ഞ? മണ്ണിരയുടെ ശ്വസനാവയവമാണ് ഏത്? ഈർപ്പമുള്ള ത്വക്ക്. അതാണ് ഈർപ്പമുള്ള ത്വക്ക്. ഓക്കെ, ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? ഷഡ്പദങ്ങൾ നാളികാജാലം. ഏതാ പിള്ളേരെ? നാളികാജാലം. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവമാണ് ഏത്? നാളികാജാലം. ഈ നാളികാജാലത്തിന് എന്ത് പറയുന്നത് അറിയാവോ? അപ്പൊ ഈ നാളികാജാലത്തിന് നമ്മൾ എന്ത് പറയുന്നത്? ട്രക്കിയ എന്ന് പറയുന്നത്. പറയുമ്പോഴേ ട്രക്കിയ എന്ന് പറയും. ട്രക്കിയ. ഓക്കെ, അടുത്ത് മത്സ്യങ്ങളുടെ ശ്വസനാവയവം എന്താണ്? മത്സ്യങ്ങളുടെ ചെകിളപ്പൂക്കൾ. ഏതാണ്? ചെകിളപ്പൂക്കളെന്നോ ശകുലങ്ങളെന്നോ പറയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്താ പറയാം? ഗിൽസ് എന്ന് പറയും. എന്താ പറയുമ്പോഴേ? ഗിൽസ്. ഓക്കെ, എന്താ പറയും? ഗിൽസ്. ഓക്കെ, അപ്പൊ ഓടുന്നിട്ട് പറയാം, അമീബയ്ക്ക് എന്താണ്? അമീബയ്ക്ക് കോശസ്തരമാണ്. മണ്ണിരയ്ക്ക് എന്താ? മണ്ണിരയ്ക്ക് ഈർപ്പമുള്ള ത്വക്കാണ്. ഷഡ്പദങ്ങൾക്ക് എന്താ? നാളികാജാലം. ഷഡ്പദങ്ങൾക്ക് എന്താണ്? നാളികാജാലം. മത്സ്യങ്ങൾക്ക് എന്താ? ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ്. ശകുലങ്ങൾ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ്. ശകുലങ്ങൾ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ഗിൽസ് ആണ് കേട്ടോ. ഓക്കെ, ചിലന്തിക്ക് എന്താ? ചിലന്തിക്ക് ബുക്ക് ലെങ്സ് ആണ്. എന്താണ്? ബുക്ക് ലെങ്സ്. അത് പഠിക്കാൻ എളുപ്പമുണ്ട്. എന്താണ്? നിങ്ങളെയൊക്കെ ഈ ബുക്കുകളുണ്ടല്ലോ, അതായത് ഈ ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കല്ല, പഴയ PSC കഴിഞ്ഞ തീർന്ന ബുക്കുകൾ, അതിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊണ്ട് എവിടെയെങ്കിലും അടുക്കി വെച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ അതിൽ ചിലന്തി വലയെ കെട്ടിയിരിക്കത്തില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെന്ന് ബുക്കിൽ ചിലന്തി എന്ന് ഓർത്താൽ മതി. മനസ്സിലായില്ലേ? ബുക്കിങ്ങനെ തുറക്കുമ്പോൾ ചിലന്തിയൊക്കെ ചാടി പറന്ന് വലയിട്ടൊക്കെ പോകണ കണ്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ ചിലന്തി ബുക്ക് ലെങ്സ്. ഓക്കെ, ചിലന്തി ബുക്ക് ലെങ്സ്. ഓക്കെ, നീ എന്തിരീ പഴയ ബുക്കൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടില്ല? ഓക്കെ, പഠിക്കുന്നു. അപ്പൊ അത് മനസ്സിലായി. അപ്പൊ ചിലന്തിക്ക് ഏതാണ് പിള്ളേരെ? ബുക്ക് ലെങ്സ്. ഓക്കെ, അടുത്ത ചോദിച്ചാണ്, കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിയുന്ന ജീവികളാണ് ഏത്? ഉഭയജീവികൾ. ഏതാണ്? ഉഭയജീവികൾ. മനസ്സിലായി? തവള എന്താണ്? ഒരു ഉഭയജീവിയാണ് തവള. അതായത് തവള കരയിലിരിക്കുമ്പം എന്ത് ചെയ്യും? ശ്വാസകോശം വഴി എയർ എടുക്കും. ഇനി വെള്ളത്തിലായിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ത്വക്കിലൂടെ. അപ്പം കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിയുന്ന ജീവികളാണ് ഏത്? ഉഭയജീവികൾ. അതിനെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് പറയും പിള്ളേരെ ആംബിബിയൻസ് എന്ന് പറയും. എന്താ പറയും? ആംബിബിയൻസ് എന്ന് പറയും. ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കാറുണ്ടോ? സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം ഏതാ? പെട്ടെന്ന് പറഞ്ഞേ. ഓക്സിജൻ ശ്വസിക്കുന്നത്. ഓക്കെ, സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാ? ഓക്സിജൻ. സസ്യങ്ങൾ ആഹാരം ചെയ്യാൻ വേണ്ടി പാകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. സസ്യങ്ങൾ ശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായില്ലേ? ഈ സസ്യങ്ങൾ കേട്ട ഉടനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം ഉത്തരം വിചാരിക്കരുത്. സസ്യങ്ങൾ ശ്വസിക്കാൻ വേണ്ടി നമ്മളെപ്പോലെ ഓക്സിജൻ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യും. ഓക്കെ, അതുപോലെ സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യാൻ സമയത്ത് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യും. ഓക്കെ, സസ്യങ്ങളിൽ എപ്പോഴാണ് ശ്വസനം നടക്കുന്നത്? അതായത് പകല് ഫുള്ള് സസ്യങ്ങളും ഇങ്ങനെ പിടിച്ചിരിക്കോ? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? പകല് ഫുള്ള് ശ്വസിക്കാതെ വൈകുന്നേരം 6 മണിക്ക് മറ്റേ അലാറം അടിക്കുമ്പോൾ എങ്ങനെ ശ്വസിക്കുമോ? നീ എന്താണ് സസ്യങ്ങൾ എപ്പോഴും ശ്വസിക്കുമോ?
അത് പകൽ മാത്രമാണ്? രാത്രിയാണ് കൂടുതലും ശ്വസിക്കുന്നത്. രാത്രി മാത്രമാണ്? മറ്റേത് പ്രകാശം അതല്ല പിള്ളേർ, രാത്രിയും പകലും ശ്വസനം നടക്കുന്നുണ്ട്. പക്ഷേ പകല് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ എന്ത് നടക്കും? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവര്? കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയും ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ശ്വസനം എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ പകൽ സമയത്ത് ശ്വസനത്തെക്കാൾ കൂടുതലായിട്ട് എന്ത് നടക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. ശരി, അപ്പൊ നമ്മൾ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടിരുന്നത് നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞിരുത്തി? ശ്വസനം. അതായത് സസ്യങ്ങൾ എന്താ ചെയ്യുന്നത്? ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു. ഈ ശ്വസനം എന്ന് പറഞ്ഞ പ്രവർത്തനം രാത്രിയും പകലും എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നുള്ളൂ? പുറന്തള്ളുന്നു. അത് എപ്പോഴും മാത്രമേ നടക്കുന്നുള്ളൂ? പകല് മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ബുദ്ധിമുട്ട് പറഞ്ഞ എന്തുകൊണ്ട് അത് പകല് മാത്രം നടക്കുന്നത്? അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. പ്രകാശ സംശ്ലേഷണത്തിന്റെ പേര് തന്നെ എന്തുണ്ട്? പ്രകാശം എന്ന വാക്കുണ്ട്. അപ്പൊ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, ക്ലിയർ ആണ്. ശരി. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന്, അത് സസ്യങ്ങളുടെ ശ്വസനം ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഏതൊഴിയെന്നറിയാവോ? ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ് കേട്ടോ. എന്തുവഴിയാണ്? ആസ്യാരന്ധ്രങ്ങൾ. അപ്പൊ സസ്യങ്ങൾ ശ്വസിക്കുന്ന എന്തുവഴിയാണ്? ആസ്യാരന്ധ്രങ്ങൾ വഴിയാണ്. ഈ ആസ്യാരന്ധ്രത്തിന് ഇംഗ്ലീഷ് എന്ന് പറയും? സ്റ്റൊമാറ്റ. എന്താണ് പിള്ളേരെ? സ്റ്റൊമാറ്റ. അപ്പൊ ആസ്യരന്ധ്രങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയും? സ്റ്റൊമാറ്റ എന്ന് പറയും. അപ്പൊ സസ്യങ്ങൾ ശ്വസിക്കുന്നത് എന്തുവഴിയാണ്? ആസ്യരന്ധ്രങ്ങൾ വഴിയാണ്. ആസ്യരന്ധ്രങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയും പിള്ളേരെ? സ്റ്റൊമാറ്റ എന്ന് പറയും. സ്റ്റൊമാറ്റ എന്ന് പറയും. ഓക്കെ. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയയെ പറയുന്ന പേരെന്താണ്? ശ്വസനം. എന്താണ്? ശ്വസനം. അപ്പൊ എന്താണ് ശ്വസനം നേടാൻ നിങ്ങൾ പറയണം. എന്താണ്? ജീവികൾ അവയുടെ പരിസരത്തു നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുതള്ളുകയും ചെയ്യുന്ന പ്രക്രിയ പറയുന്ന പേരാണ് ശ്വസനം. എന്താണ്? ശ്വസനം. ഓക്കെ. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ശ്വാസകോശങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്ന ആരെന്നറിയാവോ? രക്തമാണ്. ആരാണ് പിള്ളേരെ? രക്തം. അത് നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടല്ലേ. ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളിലേക്ക് എന്ത് വരണം? ഓക്സിജൻ വരണം. എന്നാൽ മാത്രമേ ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പഠിക്കും കേട്ടോ. ഊർജ്ജം ഉണ്ടാകുന്ന നമ്മൾ പഠിക്കും. ഓക്കെ. ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും, നമ്മുടെ ബോഡിയിലെ മുഴുവൻ കോശങ്ങളിലേക്കും ഓക്സിജനെ കൊണ്ടെത്തിക്കുകയും ആ കോശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന ആരാണ്? രക്തമാണ്. ആരാണ് പിള്ളേരെ? രക്തമാണ് കേട്ടോ. അടുത്ത്, കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ആരാ? ഓക്സിജൻ. ആരാണ്? ഓക്സിജൻ. ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ച് തന്നെടാ, ഞാൻ ഇടിച്ച് കരുതരും കേട്ടാ. ഓക്കെ. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ, നമ്മളെ കോശങ്ങളിലേക്ക് നമ്മൾ ഈ ആഹാരം കഴിക്കുന്നത് എന്തിനാ പിള്ളേരെ? ഊർജ്ജത്തിന്. അല്ലാതെ കൊതി മാറാനും വിശപ്പ് മാറാനൊന്നും അല്ല. ഊർജ്ജത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഹാരം കഴിക്കുന്നത്. അപ്പൊ ഈ ആഹാരം വിഘടിച്ച് എവിടെ എത്തും? കോശത്തിലെത്തും. അപ്പൊ ആ കോശത്തിലെത്തുന്ന ആഹാര ഘടകങ്ങളിൽ നിന്നാണ് എന്ത് പുറത്തു വരേണ്ടത്? ഊർജ്ജം പുറത്തുണ്ട്. അപ്പൊ ഇതിനെ വിഘടിപ്പിച്ച് ഈ ഊർജ്ജം പുറത്ത് കൊണ്ടുവരാൻ സഹായിക്കുന്ന ആരാ? ഓക്സിജൻ. ആരാണ്? ഓക്സിജൻ. അതിനാണ് ശ്വസിക്കുന്നത്. മനസ്സിലായി? അല്ലാതെ മൂക്ക് ക്ലീൻ ആവാനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? വായു ഉള്ളിലേക്ക് എടുക്കുന്നത്. അത് എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ, ശരി. അടുത്ത്, ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്നത് ആരാ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഓക്സിജനെ കൊണ്ടുപോകണത് രക്തമാണെന്ന് പറഞ്ഞു. ഈ കൊണ്ടുപോകുന്നതിന് പകരം സംവഹിക്കുക എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹിക്കുന്ന ആരാണ് പിള്ളേരെ? രക്തമാണ്. സംവഹനം ചെയ്യുന്ന ആരാണ്? രക്തമാണ്. അടുത്ത്, ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്നും കോശങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്ത് ചെയ്യുന്നത്? രക്തം ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം എവിടെ വെച്ചാൽ ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആക്കുന്നത്? ചെറുകുടൽ വെച്ചിട്ടാണ് ദഹന പ്രക്രിയ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. അവിടെ നിന്നിട്ട് ആ ഘടകങ്ങളായി മാറും ആഹാരം. അപ്പൊ അതിനെ അവിടെ നിന്നാണ് ആര് വാങ്ങുന്നത്? കോശങ്ങളല്ലേ. രക്തം വാങ്ങി കോശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. മനസ്സിലായി? രക്തം വാങ്ങി എവിടെ കൊണ്ടെത്തിക്കുന്നത്? കോശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ. രക്തത്തിന്റെ കളർ എന്താ? ചുവന്ന നിറമാണ്. ഈ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഏതാണ് പിള്ളേരെ? ഹീമോഗ്ലോബിൻ. അപ്പൊ രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിന് പങ്ക് വഹിക്കുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനെ മാത്രം ക്യാരി ചെയ്യാൻ സഹായിക്കുന്ന സാധനം അല്ല. നമ്മുടെ രക്തം ഓക്സിജനെ മാത്രമാണോ ക്യാരി ചെയ്യുന്നത്? അല്ല, രക്തം ഓക്സിജനെയും ക്യാരി ചെയ്യുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെയും ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെയും
കാർബൺ ഡൈ ഓക്സൈഡിനും സംവഹനത്തിനും സഹായിക്കുന്ന ആരാണ് പിള്ളേരെ? അത് ഹീമോഗ്ലോബിൻ ആണ്. ആരാണ് പിള്ളേരെ? ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ രക്തമാണ് ചെയ്യുന്നത്. രക്തത്തിൽ ആരാണ് ചെയ്യുന്നത്? ആരാണ്? ഹീമോഗ്ലോബിൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? രക്തമാണ് ചെയ്യുന്നത്. രക്തത്തിൽ ആരാ ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ. ഓക്കെ. അടുത്ത് ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഓക്കെ. ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഇത്ര മനസ്സിലായത് നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം എന്ന് പറഞ്ഞേ. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? കാൽസ്യം കാർബണേറ്റ്. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാകാൻ കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുന്നത് കൊണ്ട്. പ്രത്യേക ശ്വസനാവയം ഇല്ലാത്ത ഏകോശ ജീവിയാണ് ഏത്? അമീബ. അമീബയിൽ വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന എന്തിലൂടെയാണ്? കോശസ്ഥലത്തിലൂടെയാണ്. മണ്ണിരയുടെ ശ്വസനാവയവം ഏതാണ്? ഈർപ്പമുള്ള ത്വക്കാണ്. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏതാണ്? നാളികാജാലം അല്ലെങ്കിൽ ട്രക്കിയ. ഓക്കെ. മത്സ്യങ്ങളുടെ ശ്വസനാവയം ഏതാണ്? ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുളങ്ങൾ അല്ലെങ്കിൽ ഗിൽസ്. ഓക്കെ. മറ്റേ സാധനം ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ വലയെ കിട്ടുപോണം. ചിലന്തിക്ക് എന്താണ്? ബുക്ക് ലങ്സ്. ഓക്കെ. കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്തുന്ന ജീവികളാണ് ഏത്? ഉഭയജീവികൾ. സസ്യങ്ങൾ ശ്വസിക്കാറുണ്ടോ? ഏത് വഴി? ആസ്യരന്ധ്രങ്ങൾ വഴി. ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ശ്വസനം. എന്താണ്? ശ്വസനം. ഓക്കെ. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് ആരാണ്? രക്തമാണ്. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന ആരാണ്? ഓക്സിജൻ ആണ്. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്ന ആരാണ്? രക്തമാണ്. ദഹിച്ച ആഹാര ഘടകങ്ങളെ എവിടെ നിന്നാണ് സ്വീകരിക്കുന്നത്? ചെറുകുടലിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ദഹനം പൂർത്തിയാകുന്ന എവിടെ വെച്ചിട്ടാണ് പിള്ളേരെ? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ഓക്കെ. അവിടെ ദഹനം പൂർത്തിയായി എന്താരംഭിക്കും? അവിടെ ആഗീരണം ആരംഭിക്കും. നമുക്ക് ചോദിക്കുകയാണ്, ദഹനം പൂർത്തിയാക്കിയിട്ട് ആഗീരണം, അതായത് ആഹാര പദാർത്ഥങ്ങളുടെ ആഗീരണം ആരംഭിക്കുന്നത് എവിടെയാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. മനസ്സിലായി? നീ രാവിലെ എന്താണ് കഴിച്ചത്? നീ രാവിലെ കഴിച്ച പുട്ട് ഇപ്പൊ ആഗീരണം ആരംഭിച്ച് കാണോ? ആയി കാണുമായിരിക്കും. ജോൺ എന്താ തോന്നുന്നത്? അവൻ കഴിച്ച പുട്ട് ആഗീരണം ആരംഭിച്ചാണോ? എത്തിക്കാണോ വെച്ചാൽ ഇവിടെ ചെറുകുടലിൽ എത്തിക്കാണോ അല്ലേ? ഇവിടെ നമുക്ക് ദഹനം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ അനുസരിച്ചിരിക്കും. നമ്മൾ സാധാരണ ഒരു നോർമൽ ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ എന്താണ്, നമുക്ക് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ആഹാരം ദഹിക്കും. ദഹിച്ച് എന്ത് ചെയ്യും? ആഗീരണം ആരംഭിക്കും. അതായത് താങ്കൾ കഴിച്ചിരിക്കുന്നത് 10:30 10:30. 10 മണിക്ക് ക്ലാസ്സിനൂടെ 10:30 താങ്കൾ പറഞ്ഞത്? 10 മണിക്ക് ഇവിടുന്ന് പോയത്. ഓക്കെ. താങ്കൾ രാവിലെ എത്ര മണിക്ക് കഴിച്ചത്? ശരി. അപ്പൊ ഇവിടെ രണ്ടുപേർക്ക് ആഗീരണ പ്രവർത്തനം ആരംഭിച്ചാണ്. വിശപ്പൊക്കെ തുടങ്ങിയില്ലേ? നിനക്ക് എപ്പോഴും ഉള്ളത് തന്നത്. ഓക്കെ. അവ രക്തത്തിൽ ചുവന്നിറം നൽകുന്ന വർണ്ണാവസ്ഥ ഏതാണ് പിള്ളേരെ? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആരുടെയൊക്കെ സംവഹനത്തിന് സഹായിക്കുന്നുണ്ട്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും. ഓക്കെ. ഇനി എന്താണ് ഹീമോഗ്ലോബിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഓക്കെ. അപ്പൊ ഇത് ഇത്രയും ചോദിക്കാമല്ലോ. ഓക്കെ. പൗസിട്ടോ ചോദിക്കാൻ പോവുകയാണ്. നിങ്ങളും പഠിക്കുക പിള്ളേരെ. ചോദിക്കുമ്പോൾ ഉത്തരം പറയുക. ഓക്കെ. ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ രാസനാമം? ഓക്കെ. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? കാൽസ്യം കാർബണേറ്റ്. എടാ, തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം വെളുത്ത നിറമാകാൻ കാരണം എന്താ സുബിനെ? കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിവിടുന്നത് കൊണ്ട്. പ്രത്യേക ശ്വസനാവയവമില്ലാത്ത ഏകോശ ജീവി ഏതാ? അമീബയുടെ ശ്വസനാവയവം? മണ്ണിര. ഓക്കെ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം? നാളികാജാലം. മത്സ്യം? ശകുലങ്ങൾ, ഗിൽസ്, ചെകിളപ്പൂക്കൾ. സുബിനെ, കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ ത്വക്കിലൂടെയും ശ്വസനം നടത്താൻ കഴിയുന്ന ജീവിയാണ് ഉഭയജീവികൾ. ഇവിടെ സസ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്സിജൻ. അതിൽ ഏത് വഴിയെന്ന്? അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സ്റ്റൊമാറ്റ. ഓക്കെ. എന്താണ് ശ്വസനം? ജീവികളെ ചുറ്റുപാടിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന പ്രക്രിയ. ഓക്കെ. ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ആരെ എത്തിച്ചു കൊടുക്കും? ഓക്സിജൻ എത്തിച്ചു കൊടുക്കും. എന്നിട്ട് കോശങ്ങളിൽ ആരെ സ്വീകരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കും. ഇതാരാ ചെയ്യണേ? ഇത് രക്തം. ഓക്കെ. കോശങ്ങളിലെത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജ്ജം സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ആരാ? ഓക്സിജൻ. ഓക്കെ. ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും സംവഹനം ചെയ്യുന്ന ആരാ സുബിനെ? രക്തം. ഓക്കെ. ഈ ദഹനം എവിടെയാ പൂർത്തിയാകുന്നത്? ചെറുകുടലിൽ. ഓക്കെ. രക്തത്തിന് ചുവനിറം നൽകുന്ന വർണ്ണാവസ്ഥ ഏതാ? ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ എന്തിനെയൊക്കെ സഹായിക്കുന്നതാ?
എന്തിനു സഹായിക്കുന്നു ഹീമോഗ്ലോബിൻ? ഓക്സിജനും മറ്റും ശരീരത്തിലെത്തിക്കാനാണ്. അല്ല ഒന്നുമില്ല കേട്ടോ. പോയി. ഹീമോഗ്ലോബിൻ എന്തിനെയൊക്കെ സംഭവിക്കാൻ സഹായിക്കുന്നു? എന്തിനെയൊക്കെ അറിയാൻ സഹായിക്കുന്നു? ഓക്സിജനെ പോഷകങ്ങൾ പോഷകങ്ങളാ? ഹീമോഗ്ലോബിനാണ് ചോദിച്ചത്. ഓക്സിജനെയും പറയടാ ജോബിനെ. കാർബൺ ഡയോക്സൈഡ്. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ്. നീ അവന്റെ കാലേരി വെള്ളം കുടിക്കാൻ കേട്ടോ. അവൻ എന്ത് ആക്യുറേറ്റാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ട. ബ്രില്യൻ പോയിടാ നീ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് സുബിനെ ഈ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ്റെയും ഇരുമ്പിൻ്റെയും സംയുക്തമാണ് ഏത്? ഹീമോഗ്ലോബിൻ. ഓക്കെ, ശരി. അപ്പോൾ അത്രയാണ് ഇത്. നമുക്ക് ഇനി അടുത്ത് കുറച്ച് മലയാളം പഠിക്കേണ്ട. അതിനുശേഷം ഇന്നലെ പഠിച്ച പഞ്ചവത്സര പദ്ധതികളുടെ റിവിഷനും നടത്താനുണ്ട് കേട്ടോ. ഓക്കെ, ശരി. പോസ് ചെയ്തോ. ശരി, നമ്മളിന്ന് മലയാളത്തിൽ നിന്ന് കുറച്ച് അർത്ഥമാണ് പഠിക്കാം. കുറച്ച് വാക്കുകളുടെ അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? നമുക്ക് അർത്ഥം ചോദിക്കാറുണ്ടേ. ഞാനൊരു വാക്ക് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം പിള്ളേരെ? അർത്ഥം പറയണം. ഓക്കെ, ഇത് ഒരു 10-15 ഉണ്ട് കേട്ടാ. ഇതിൽ ഏറ്റവും കൂടുതൽ ശരിയാക്കുന്ന ആൾക്കാർ, നിങ്ങൾ ബുക്കും പേന എടുത്തോ. ഏറ്റവും കൂടുതൽ ശരിയാക്കുന്ന ആൾക്ക് ഇത് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എന്തെങ്കിലും മുട്ടായി എന്തെങ്കിലും വാങ്ങിച്ചു തരാം. ഓക്കെ, ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു തരാം. ബുക്കും പേനയൊക്കെ എടുത്തോ. ഓക്കെ, സുബിനെ ഒന്ന് പൗസ് ഇട്ടായി ബുക്കും പേനയൊക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പം മലയാളത്തിൽ അർത്ഥം. ഒന്നാമത്തെ ചോദ്യം അക്തം എന്ന് വെച്ചാൽ അക്തം. അക്തത്തിൻ്റെ അർത്ഥം അറിയാൻ കഴിയും. ഒരു ക്ലൂ തരാം. നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളിൽ പെട്ട ഒന്നാണ്. ഓക്കെ, നിത്യ ഉപയോഗ സാധനങ്ങളിൽ പെട്ട ഒന്നാണ്. ഓക്കെ, ഉത്തരം എഴുതിയല്ലോ? ഇല്ലല്ലോ, സമയം തരാമല്ലോ, പെട്ടെന്ന് എഴുതണം. ഓക്കെ, ആൻസർ എണ്ണയാണ്. എണ്ണ. അക്തം എന്ന് വെച്ചാൽ എണ്ണയാണ്. ശരിയാക്കിയവരുണ്ടോ? ആരും ശരിയാക്കിയിട്ടില്ല. ഓക്കെ, അക്തം എന്ന് വെച്ചാൽ എണ്ണയാണ്. അക്തം എന്ന് വെച്ചാൽ എണ്ണയാണ്. അടുത്ത് അക്കാരം. ഇതും വീണ്ടും ഒരു ക്ലൂ വരാം. ഇതും നിത്യോപയോഗ സാധനങ്ങളിൽ പെട്ടൊരു സാധനമാണ്. പക്ഷെ ഇതൊരു അപകടകരമായ സാധനമാണ്. നിത്യോപയോഗ സാധനമാണ്, പക്ഷെ ഒരു അപകടകരമായ സാധനമാണ്. അക്കാരം. ഓക്കെ, ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി പറയട്ടെ. അക്കാരം. ആൻസർ പഞ്ചസാരയാണ്. പഞ്ചസാര. എഴുതിയവരുണ്ടാ? 2 പേര് ശരിയാക്കിയിട്ടുണ്ട്. പഞ്ചസാര. അക്കാരം പഞ്ചസാര. ഓക്കെ, ശരി. അക്കാരം പഞ്ചസാര. അടുത്ത് അകോടം. ഇതൊരു വൃക്ഷമാണ്. പക്ഷെ സാധാരണ വൃക്ഷങ്ങളെ അപേക്ഷിച്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സിലായില്ലേ? സാധാരണ വൃക്ഷങ്ങളെ അപേക്ഷിച്ച് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നോക്കിയാലും ഇവിടെ നിന്നൊക്കെ നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇവിടെയും കാണാനില്ല. ഓക്കെ, അകോടം. ഉത്തരം പറയട്ടാ? പറയട്ടാ? ആർക്കും കിട്ടിയാ? കവുങ്ങാണ് ആൻസർ. കവുങ്ങ് ശരിയാക്കിയവരുണ്ടേ. 3 പേരുണ്ട് ശരിയാക്കി. അകോടം എന്ന് വെച്ചാൽ കവുങ്ങാണ് കേട്ടോ. അകോടം കവുങ്ങാണ്. ഓക്കെ, പനയും കവുങ്ങ് രണ്ട് തന്നെ. ശരി. ഓക്കെ, അടുത്ത നാലാമത്തേലടാ. അരിണി. നാലാമത്തത് അരിണിയാണ്. അരിണി. ഇത് സാധാരണ പണ്ട് കാലത്ത് ഒഴുത്തപ്പെട്ട എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ എല്ലാ വീടുകളിലൊന്നും ഇല്ല ഈ സാധനം. വളരെ റെയറായിട്ട് മാത്രമേ ഈ സാധനം വീടുകളിലുള്ളൂ. ഓക്കെ, ഇതൊരു ജീവിയാണ് കേട്ടോ. കേട്ടോ. അമ്മിക്കല്ല, ഇതൊരു ജീവിയാണ്. ഓക്കെ, പക്ഷെ ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ജോവിൻ്റെ വീട്ടിലുണ്ടാടാ? നിന്റെ വീട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശരി. അരിണി. പറയട്ടാ? പിള്ളേരെ പൂങ്കോഴിയാണ് ആൻസർ കേട്ടോ. പൂങ്കോഴിയാണ് കേട്ടോ. കോഴി ആൾക്കാരുണ്ടോ? കോഴിക്ക് മാർക്ക് തരാം. ഓക്കെ, അപ്പൊ അരിണി എന്ന് പറഞ്ഞാൽ കോഴി. അത് പഠിക്കാൻ എളുപ്പമുള്ളൂ പിള്ളേരെ. കോഴിക്കല്ലേ നമ്മൾ അരിയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അരിണി പൂങ്കോഴി കേട്ടോ. അരിണി പൂങ്കോഴി. ഓക്കെ, അടുത്ത് നമ്മളെ ശരീരത്തിലെ ഒരു ഭാഗമാണ്. ഒരു അവയവമാണ്. ഓക്കെ, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അംഹ്രി. ശരീരത്തിലെ ഒരു ഭാഗമാണ് അംഹ്രി. ഓക്കെ, കണ്ടുപിടിച്ചാ?
ആൻസർ പാദമാണ്. പാദം. പാദം ശരിയാക്കിയവരുണ്ടോ? ആ, പാദം ശരിയാക്കിയവരില്ല. അംഹ്രി പാദമാണ് കേട്ടോ. അംഹ്രി പാദമാണ്. ഓക്കെ, അപ്പൊ 5 പഠിച്ചേ. ഓക്കെ, അക്തം എന്ന് വെച്ചാൽ എന്താണ്? അക്തം. അക്തം എണ്ണ. അക്കാരം എന്താ? അക്കാരം പഞ്ചസാര. അഘോടം എന്താണ്? അഘോടം കവുങ്ങ്. എടാ, അരിണി എന്താ? അരിണി കോഴി. അംഹ്രി എന്താ? അംഹ്രി പാദം. ഓക്കെ, ശരി. ഇത് ശരിയാക്കിയ എത്ര? ഇത് 5 ശരിയാക്കിയ ആരുമില്ല? 4 ഇല്ല? 3 ഉണ്ടോ? 2 ഉണ്ടോ? 2 ശരിയാക്കിയ ഒരാളുണ്ട്. ഓക്കെ, അടുത്ത് വീണ്ടും ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഈ പ്രേമിക്കുന്നവർക്കൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ്. ഓക്കെ, ശരി. ഹൃദയമല്ല. അംസം. അംസം എന്നാണ് പേര്. അംസം. 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 അംസം ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രേമിക്കുന്നവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഹൃദയമല്ല. അംസം. എന്താണ്? നീ കുറെ പ്രേമൊക്കെ ഉള്ളല്ലേ? പറ. അംസം. ആർക്ക് പറയാം? ചുണ്ട. എന്താ പ്രേമ ചുണ്ടായിട്ട് എന്തിനും എന്താണോ? കൈയല്ല, തോള്. തോള് 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 പ്രേമിക്കുന്ന തോളിലൊക്കെ ചാരി കിടക്കാറില്ലേ? ചുണ്ട്. എന്നാലും ആ ലെവലിൽ ആരും ചിന്തിച്ചില്ല കേട്ടാ. കഴുത്തലെത്തിയിരുന്നാ താലി കെട്ടാൻ വേണ്ടി. ഓക്കെ, അംസം തോളാണ്. ഈ പ്രേമിക്കുന്നവരും സ്നേഹിക്കുന്നവരൊക്കെ തോളിൽ ചാരി കിടക്കാറില്ലേ? നമ്മൾ പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ചുണ്ടൊക്കെയാണ് പറയണത്. അംസം തോള്. അംസം തോള്. ഓക്കെ, ശരി. അടുത്തൊരു ജീവിയാണേ. അഹി. 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 വേറെ എന്തെങ്കിലും ക്ലൂ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവികളെ പോലെ ഒരു മൃഗമല്ല, പക്ഷിയുമല്ല. മൃഗമല്ല, പക്ഷിയല്ല. അഹി. ആകെ പറയാം. അഹി. പാമ്പാണ് ആൻസർ. പാമ്പ് അല്ലെങ്കിൽ സർപ്പം. ഓക്കെ, എത്ര ശരിയാക്കി? ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അഹി. അഹി പാമ്പ് അല്ലെങ്കിൽ സർപ്പമാണ് കേട്ടോ. പാമ്പ് അല്ലെങ്കിൽ സർപ്പമാണ്. ഓക്കെ, അടുത്തത് എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം ഇത് ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പിള്ളേരെ. അശ്മം. അശ്മം. അശ്മം ഒരു വസ്തുവാണ്. എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ ചുറ്റും എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ജീവനില്ല. അശ്മം. അശ്മം നമ്മളത് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്, പല കാര്യങ്ങളും അത് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അശ്മം. ഓക്കെ, ആകെ പറയാമോ? ജീവനില്ല. കല്ലാണ് ആൻസർ. കല്ല്. കല്ല്. കല്ലെഴുതിയ ആരുണ്ട്? കല്ലെഴുതിയ 2 പേരുണ്ട്. 2 പേരുണ്ട്. അശ്മം എന്ന് വെച്ചാൽ കല്ലാണ്. അശ്മം എന്ന് വെച്ചാൽ കല്ലാണ് കേട്ടോ. അശ്മം എന്ന് വെച്ചാൽ കല്ലാണ്. ഓക്കെ, അല്ലല്ല, എത്ര എണ്ണമായി? അടുത്ത 10ാമത്തെ. ഇനി ഒരു 5 പോകും. ശരി, അടുത്ത പിള്ളേരെ 8 ആയുള്ള എണ്ണാനും പറഞ്ഞു വിടാ എനക്ക്. ഇത് കിടത്താ വ്രതാ മൂടാ കേട്ടാ. അശുംബ്. അശുംബ് എന്താണെന്ന് അറിയാമോ? അശുംബ്. 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 കുശുംബാണെങ്കിൽ എന്താണ്? അസൂയ. ഇത് അശുംബ്. അശുംബ്. ക്ലൂ വരാം. ഇവിടെ എങ്ങും കാണാൻ ഇല്ലാത്ത സാധനമാണത്. ഓക്കെ, നമ്മുടെ ദേഹത്തത് പറ്റിയാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ ദേഹത്തത് പറ്റിയാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ജീവനുള്ള സാധനമല്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് പറ്റി കാണത്തില്ല കേട്ടാ. അശുംബ്. ആകെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ പിള്ളേരെ? ചേറ്. ചേറ്. ചേറ് അല്ലെങ്കിൽ ചെളി. ചേർ അല്ലെങ്കിൽ ചെളി. അങ്ങനെ എഴുതിയാ? എഴുതിയിട്ടുണ്ട്. ക്ലൂ ഒത്തിരി കൂടി പോയേട്ടാ. അശുംബം എന്ന് പറഞ്ഞാൽ ചേർ അല്ലെങ്കിൽ ചെളി. ചേർ അല്ലെങ്കിൽ ചെളി. ഓക്കെ, ചേർ അല്ലെങ്കിൽ ചെളി. ഓക്കെ, അടുത്ത പിള്ളേരെ 10ാമത്തത്. ഓക്കെ, എടേ 10ാമത്തത്. ഓക്കെ, 10ാമത്തത് അവഷ്ണം. ചന്ദ്രകല നം. അവഷ്ണം. 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 ഒരു ക്ലൂ തരാം. ഇതൊരു ജീവിയാണ്. നമ്മുടെ വീടിൻ്റെ പരിസരത്തെ കാണപ്പെടുന്ന ജീവിയാണ്. പക്ഷെ നമുക്ക് കണ്ടാൽ നമുക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നും, പെറുമൊക്കെ പെരുക്കും. അങ്ങനത്തെ ഒരു ജീവിയാണ്. മനസ്സിലായില്ലേ? ഇതിനേക്കാളും അപകടകരമായ ജീവികൾ വേറെ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നും. ഇതാണ് ക്ലൂ. ഓക്കെ, അവഷ്ണം. ഓക്കെ, എന്താണ്? അട്ടേ? തേളാണ് ആൻസർ. തേൾ ആരും എഴുതിയില്ലേ? തേളെഴുതി 2 പേരുണ്ട്. തേലുണ്ട്. അവഷ്ണം എന്ന് വെച്ചാൽ തേളാണ് കേട്ടോ. അവഷ്ണം എന്ന് വെച്ചാൽ തേളാണ്. അവഷ്ണം തേള്. ഓക്കെ, അവഷ്ണം തേളാണ്. ഓക്കെ, അപ്പൊ 10 ഒന്ന് പറഞ്ഞു നോക്കാൻ പിള്ളേർ. അക്തം എന്ന് വെച്ചാൽ എന്താണ്? അക്ത എണ്ണ. അക്കാരം എന്താ? അക്കാരം പഞ്ചസാര. അഘോടം എന്ന് വെച്ചാൽ എന്താണ്? കവുങ്ങ്. അരിണി എന്താ? കോഴി. അംഹ്രി എന്താ? പാദം. ഓക്കെ, അംസം.
തോള്, അംസം തോള്. അഹി എന്താ? പാമ്പ് അല്ലെങ്കിൽ സർപ്പം. അശ്മം എന്താ? കല്ല്. അശുംബ് എന്താ? അശുംബ് ചെളി. ഓക്കെ, അല്ലെങ്കിൽ ചേറ്. അടുത്ത അവഷ്ണം എന്താ? അവഷ്ണം തേള്. ഓക്കെ, അടുത്ത് ഇനി 5 പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മതിയാക്കാം. ഓക്കെ, ശരി. അരരം. ക്ലൂ തരാം. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട്. ഇതില്ലാതെ വീടാവത്തില്ല. മനസ്സിലായില്ലേ? ഇതില്ലാതെ നമുക്ക് വീടാവത്തില്ല. ജീവനുള്ളതൊന്നുമല്ല, എല്ലാവരും വീട്ടിലുണ്ട്. എല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടുണ്ട്. ഇതില്ലാതെ വീടാവത്തില്ല. മനസ്സിലായ? ഒരു 4-5 എല്ലാ വീട്ടിലും കാണും. 4-5 കാണും. 5-6 കാണും. ഓക്കെ, കിട്ടിയാ? ബുദ്ധി ഉപയോഗിക്കണം. വാതിലാണ് ആൻസർ. വാതില്. അരരം വാതിൽ. ആരെങ്കിലും എഴുതിയാ വാതില്? വാതിൽ എഴുതിയ 4 പേരെ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ളൂടാ. നീ എന്ത് എഴുതി? കട്ടളേ? കട്ടിലില്ലാതെ എത്ര വീടാവാത്തത്? ഓക്കെ, അപ്പൊ അരരം എന്ന് പറഞ്ഞ പിള്ളേരെ, അരരം എന്ന് പറഞ്ഞാൽ എന്താണ്? വാതില്. അരരം എന്ന് പറഞ്ഞാൽ വാതിൽ. അരരം എന്ന് വെച്ചാൽ വാതിലാണ് കേട്ടോ. ഓക്കെ, അടുത്ത് അയസ്. ക്ലൂ തരാം. ഇത് എല്ലാവർക്കും ഒന്നുമില്ല. എന്നാൽ ഒട്ടുമിക്ക ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഈ സാധനം ഉണ്ട്. ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതലുണ്ടാവും. ഓക്കെ, എനിക്ക് ഒന്നിൽ കൂടുതലുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അതെന്ത് ചെയ്യണം? അത് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സംഭവമാണ്. ഓക്കെ, ഒന്നിൽ കൂടുതലുണ്ട്. ചിലർക്ക് ഒന്നിൽ കൂടുതലുണ്ടാവാം, ചില ആൾക്കാർക്ക് ഒരുപാടുണ്ടാവാം, ചില ആൾക്കാർക്ക് ഇല്ല. ഓക്കെ, അയസ് ആണ് ചോദ്യം. അയസ്. ഈ ക്ലൂ എന്ന് ആരെയും പിടിച്ചാ? എന്താണ്? വാഹനമാണ് ആൻസർ കേട്ടോ. വാഹനം എത്ര എഴുതി? വാഹനം എഴുതിയ ആൾക്കാരുണ്ട്. ഓക്കെ, വാഹനം. ശരി. ശരി, അടുത്ത ചോദ്യം കേട്ടാ പിള്ളേരെ. അടുത്ത ചോദ്യം അന്തിക. എന്താണ് ചോദ്യം? അന്തിക. ഒരു ക്ലൂ തരാം. എല്ലാ വീട്ടിലും ഈ സാധനം ഉണ്ട്. ഓക്കെ, പക്ഷെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളായിരിക്കും ഈ സാധനവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവർക്കായിരിക്കും ആ സാധനത്തോട് കൂടുതൽ സ്നേഹവും ഇഷ്ടവും ഒക്കെ. ഓക്കെ, പുരുഷന്മാർക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പക്ഷേ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ളത് ആ സാധനത്തോട്. അന്തിക. അതിന്റെ ഉത്തരം ടി വി ആണ്. ഇവനടുത്ത് ആഴ്ച കൊല്ലട്ടെ അവനെ. അന്തിക ആർക്കും അറിയാം? അന്തിക കണ്ണാടിയല്ല, അടുപ്പ്. ഇഷ്ടമെന്ന് പറയുമ്പോ കൺഫ്യൂഷൻ ആയില്ലേ? ഇഷ്ടമല്ല എനിക്ക്. ആരെങ്കിലും അടുപ്പ് ഇഷ്ടമാണോ ചേട്ടേക്ക്? അടുപ്പാണ് ഉള്ളത്. അവള് അന്തിക എന്ന് വെച്ചാൽ അടുപ്പാണ്. അന്തിക എന്ന് വെച്ച് കഴിഞ്ഞാല് അടുപ്പാണ്. അന്തിക എന്ന് വെച്ചാല് അടുപ്പാണ് കേട്ടോ. അടുപ്പ്. ഓക്കെ, ശരി. അടുത്ത് അദനം. ഒരു ക്ലൂ തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സാധനം ഇഷ്ടമാണ്. പക്ഷെ ഒരാളുടെ ഇഷ്ടമായിരിക്കില്ല മറ്റൊരാളുടെ ഇഷ്ടം. മനസ്സിലായല്ലേ? ഈ സാധനത്തിൽ തന്നെ ഒരാൾ ചിലപ്പോൾ നീ ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല ഇവ ഇഷ്ടപ്പെടുന്നതായിരിക്കത്തില്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അതാണ് ക്ലൂ. ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവിടെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ട്. വീട്ടിലും കാണും. അദനം. കിട്ടിയില്ല? ആർക്കും കിട്ടിയില്ല? ഭക്ഷണം. ഭക്ഷണം എഴുതിയവരുണ്ട്. ഓക്കെ, ഇവിടെ ഹോട്ടലില്ലേ? ഇല്ലേ? ഒരെണ്ണം ഹോട്ടല് അവിടെ ഒരെണ്ണം ഇല്ലേ? കുരിയാത്തിയിലില്ലേ? വീട്ടിലില്ലേ? പിന്നെ ക്ലൂ എല്ലാം കറക്റ്റല്ലായിരുന്നോ? ഹരിയല്ല, അദനം ഭക്ഷണമാണ്. അദനം എന്താണ് വളരെ ഭക്ഷണം. ഓക്കെ, ശരി. അടുത്ത എത്ര? 14 അല്ലേ? അടുത്ത 15. ഓക്കെ, 15 അജനി. എല്ലായിടത്തും ഉണ്ട്. എങ്ങോട്ട് തിരിഞ്ഞാലും ഉണ്ട്. ഇവിടെയും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട് അജനി. കാക്ക. അജനി.
നമുക്കത് ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റത്തേയില്ല. നമ്മൾ എത്ര വലിയ പണക്കാരനായാലും എത്ര വലിയ പാവപ്പെട്ടവനായാലും ശരി, നമുക്കത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. എടാ ദിവസവും നമ്മൾ ഉപയോഗിക്കാതെ നമുക്ക് പറ്റത്തേയില്ല. ഓക്കെ, അത് അജനി പറ്റത്തില്ല, നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഉത്തരം എന്താ? വഴിയാണ് ആൻസർ. വഴി ശരിയാക്കി എത്ര പേരുണ്ട്? വഴി ശരിയാക്കിയ 3 പേരുണ്ട്. അത് നമുക്ക് വഴി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളെ വീട്ടിൽ കിടക്കണമെങ്കിലും വേറെ ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിച്ച് ഒരു ദിവസം വീട്ടിൽ കിടന്നു വെച്ചോ, നമുക്ക് കഴിച്ചപ്പോൾ ബാത്റൂമിൽ പോകണമല്ലോ, അതിനൊരു വഴി ഉണ്ടാവുമല്ലോ, നമുക്ക് ഉപയോഗിച്ചാലേ പറ്റത്തില്ല. അപ്പോൾ വഴിയില്ലാതെ നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം അജനി എന്താണ്? വഴിയാണ് കേട്ടോ. ഓക്കെ, ശരി. എന്നെ ക്ലൂകൾ ഒന്ന് പിടിക്കാൻ പറ്റില്ല. ഓക്കെ, ചില അവന്മാർ അവിടെ നിന്ന് പിടിച്ചെന്ന് തോന്നില്ല. ഓക്കെ, നോക്കാം. എടാ 15 എണ്ണം ഒന്നുകൂടെ പറഞ്ഞു തരാൻ ഇതിന്റെ മാർക്ക് നോക്കാവേ. അക്തം എന്ന് വെച്ചാൽ എന്താണ്? അക്തം എണ്ണയാണ്. അക്കാരം എന്താ? പഞ്ചസാര. അഗോടം എന്താ? അഗോടം കവുങ്ങാണ്. അരിണി എന്താ? കോഴി. ഓക്കെ, അംഹ്രി എന്താ? പാദം. ഓക്കെ, അംസം എന്താ? അംസം തോള്. ഓക്കെ, അഹി എന്താ? അഹി പാമ്പ് അല്ലെങ്കിൽ സർപ്പം. അശ്മം എന്താ? അശ്മം കല്ലാണ്. അശുംബ് എന്താ? അശുംബ് ചേറാണ്. ഓക്കെ, അവഷ്ണം എന്താ? അവഷ്ണം തേളാണ്. അരരം എന്താ? വാതില്. അയസ് എന്താ? അയസ് വാഹനം. അടുത്ത് അന്തിക അടുപ്പ്. അടുത്ത അതനം ഭക്ഷണം. അടുത്ത അജനി വഴി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മലയാളം സെക്ഷൻ. ഓക്കെ, അടുത്ത നമുക്ക് ഇനി റിവിഷൻ ആണല്ലേ. റിവിഷൻ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? പഞ്ചവത്സര പദ്ധതികൾ. സുനിത വാസട്ടെ. 2 മണിയായി, പോയിട്ട് എപ്പോഴും 4 മണി കയറൂലേ. റിവിഷനാണ്. ഉത്തരങ്ങൾ മാത്രം എഴുതുക. 1ാം ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. അതല്ല. 2ാമത്തെ ചോദ്യം, സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ നീട്ടിപ്പെടുത്തിയൊന്നുമില്ല. നിങ്ങൾക്ക് ആശയം ഒന്ന് നിങ്ങളുടെ മനസ്സിലായ ആശയം നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. സ്വാശ്രയത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂന്നാം ചോദ്യം എഴുതിയില്ലേ? ഇവിടെ എഴുതില്ല. 3ാം ചോദ്യം, പഞ്ചവത്സര പദ്ധതി ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി വർഷം. പഞ്ചവത്സര പദ്ധതി ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി വർഷം. എഴുതിയല്ലോ. 4ാമത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതായത് ഏത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? 1ാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? എഴുതിയല്ലോ. 5ാമത്തെ ചോദ്യം, കുടുംബാസൂത്രണം ആരംഭിച്ച വർഷമേത്? 6ാമത്തെ ചോദ്യം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം തീയതി. 7ാമത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് IIT-കൾ ആരംഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? 5 എഴുതിയ മാർക്കുള്ളേ. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് IIT-കൾ ആരംഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? IIT-കൾ ആരംഭിച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? ക്ലിയർ ആണല്ലോ. അടുത്ത 8ാമത്തെ ചോദ്യം, 1ാം പഞ്ചവത്സര പദ്ധതി പ്രതീക്ഷിച്ച വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക്. 9ാമത്തെ ചോദ്യം, റാറ്റിൻ്റെ ഫെമിനിയൻ ജെൻഡർ എഴുതണം, ഓപ്പോസിറ്റ് ജെൻഡർ. റാറ്റിൻ്റെ ഫെമിനിയൻ ജെൻഡർ എഴുതണം. ക്ലിയർ ആണല്ലോ. 10ാമത്തെ ചോദ്യം, കളക്റ്റീവ് നൗണാണ് എഴുതേണ്ടത്.
ക്യാൻഡിഡേറ്റ്സിൻ്റെ കാൽറ്റി നൗൺ എഴുതണം. ഓക്കെ, സിമ്പിളായിട്ടുള്ള റിവിഷൻ ആയിരുന്നു, സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഉത്തരങ്ങൾ നോക്കാം. എപ്പോഴാണ് നമ്മൾ പാസ് ചെയ്തേ? ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് വളരെ? സ്വാശ്രയത്വം, സമത്വം, സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം അല്ലേ? ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ. അടുത്ത സ്വാശ്രയത്വം എന്താ? പരിമിതമായ വിഭവങ്ങളാ. നമുക്ക് ലഭ്യമായ വിഭവങ്ങളും നമ്മുടെ മാനവ ശേഷിയും ഉപയോഗിച്ച് കൃഷി, വ്യവസായം, സേവന മേഖലകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്വാശ്രയത്വം. ഓക്കെ, ഈ ആശയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാർക്ക് കൊടുക്കാം. ഓക്കെ, ജോബിൻ്റെ ആശയം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം ജോബിന് ഒരു ലൈനിലാണ് ഉത്തരം എഴുതിയത് അല്ലേ? ഒരു ലൈനും ഇല്ല. ഓക്കെ, അത് ബ്ലാങ്ക് ആണ്. ശരി, അടുത്ത മൂന്നാമത്തത് പഞ്ചവത്സര പദ്ധതി ലോകത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി ആരാ? ജോസഫ് സ്റ്റാലിൻ. നമ്മൾ പഠിച്ചാണ് അല്ലേ? ഏത് വർഷം? 1928. ഓക്കെ, ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡൽ എന്ന് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നു. കുടുംബാസൂത്രണം ആരംഭിച്ച വർഷം ഏതാണ്? 1952. UGC നിലവിലുന്ന വർഷം 1953 ഡിസംബർ 28. IIT-കൾ എവിടെയൊക്കെയാണ് സ്ഥാപിതമായത്? ഖരഗ്പൂർ, കാൺപൂർ, ഡൽഹി, മദ്രാസ്, ബോംബെ. ഓക്കെ, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്ര? 2.1. ഓക്കെ, റാറ്റിൻ്റെത് ഡോയാണ്. ഓക്കെ, ക്യാൻഡേഴ്സിൻ്റെ കാർഡിനാണ് സ്ലേറ്റ്. ഓക്കെ, ശരി. എത്രണ്ണം ശരിയായി ജോബിൻ? 8. ഇവിടെ 10. 2 ദിവസവും 10 എണ്ണം ശരിയാക്കി അതിലൂപി ലീഡ് ചെയ്യുന്നു. ഷാനിന് എത്രണ്ണം? 9. സുബിന് 10. ഓക്കെ, 10. അവിടെ തസ്നി 10. അപ്പോൾ പഠിച്ച് കൃഷ്ണ 10, ലക്ഷ്മി 10, 10, 9. അവിടെ ഷമീം 10, ജിതിൻ 10 അല്ലേ? ഓക്കെ, നല്ലൊരു നന്നായി പഠിക്കുന്നുണ്ട് ഡബിളരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഡെയിലി ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ കേൾക്കാൻ പറയണേ, നിങ്ങൾക്ക് ഡെയിലി ഇവിടെ ക്ലാസ് കിട്ടുന്ന കാര്യങ്ങളും പഠിച്ച് ഈ വരുന്ന വീഡിയോസും പഠിച്ച് പഠിക്കാൻ തരുന്ന ടോപ്പിക്കും പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് LDC പഠിച്ചെടുക്കാം. ഓക്കെ, ഇനി വീഡിയോ കാണുന്ന ആൾക്കാരടുത്ത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യം പഠിക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അവിടെ ടോപ്പിക്ക് എക്സാം നടത്തുന്നുണ്ട്, ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി പഠിച്ചു പോകാൻ പറ്റും. നിങ്ങൾക്ക് അത് ഭയങ്കരമായി അത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അത്രേ പറയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, പൊക്കോ.